മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് പരാമർശത്തിൽ റിപ്പോർട്ട് തേടാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്വർണ്ണക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് അറിഞ്ഞിട്ടും മറച്ചുവെച്ചത് ഗൗരവതരമാണെന്ന് ഗവർണർ പറയുന്നു. മുഖ്യമന്ത്രി തന്നെ ഇരുട്ടിൽ നിർത്തിയെന്നും വിമർശനമുണ്ട്. Then it is his constitutional duty to keep me informed, and that is why I am taking serious exception that he is revealing it to the press and he is keeping me in dark. Why they were keeping a cover on these anti-national activities? Why suddenly Chief Minister has disclosed it, and why he has not informed me about it? This is a very serious issue. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഗവർണർ ഒരു ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ പ്രതികരണമായി രംഗത്ത് വരികയാണോ? ഇപ്പോൾ സ്വർണ്ണക്കടത്ത്, അതിന്റെ കണക്ക്, ഓരോ ജില്ലകളിൽ നിന്നും പിടികൂടുന്ന സ്വർണത്തിന്റെ കണക്കടക്കം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് നാടിന് വിരുദ്ധമായ പ്രവർത്തനം തന്നെയാണ് എന്നുള്ളതാണ്. സ്വർണ്ണക്കടത്ത് ആ രൂപത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ അത് തൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു എന്ന രൂപത്തിലാണോ ഇപ്പോൾ ഗവർണർ വ്യാഖ്യാനിക്കുന്നത്? സ്മൃതി, തീർച്ചയായും അങ്ങനെയാണ്. ഇതിനു മുൻപ് പലതവണ നമ്മൾ കണ്ടതാണ്. ഗവർണറും മുഖ്യമന്ത്രിയും സർക്കാരിനെതിരെ പരസ്യ ഏറ്റുമുട്ടൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സ്വർണ്ണക്കടത്തും ഹവാല പണവും നാടിനെതിരെയുള്ള കുറ്റകൃത്യമാണെന്നാണ് മുഖ്യമന്ത്രി 21-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗവർണർ പറയുന്നു ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത് ക്രിമിനൽ പ്രവൃത്തിയാണ്. അങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണവും ഹവാല പണവും ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഗൗരവകരമാണ്. അതിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു സംഗതി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ, ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഭരണഘടനാ പദവിയിലിരിക്കുന്ന സംസ്ഥാനത്തിന് ഗവർണറായ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചില്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നത്. തന്നെ ഇരുട്ടിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് താൻ കത്ത് എഴുതുമെന്നാണ് ഇന്ന് കോഴിക്കോട് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിലും ഇതേ വാക്കുകൾ അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ഈ സ്വർണ്ണക്കടത്തും ഹവാല പണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അക്കാര്യം കൃത്യമായി ഗവർണറെ അറിയിക്കണമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിരിക്കുന്നത്. രേഖാമൂലം തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും ഇന്ന് അദ്ദേഹം കോഴിക്കോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞാലും 21-ാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ അവിടെ പരസ്യമായിട്ടുണ്ട്. മാധ്യമങ്ങൾ മുൻപിൽ മുഖ്യമന്ത്രി വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് താൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, PV നമ്പർ നടത്തിയ ഈ മൊബൈൽ ഫോൺ വിളി ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് ഗവർണർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. അതിലെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു മറുപടി നൽകാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കുറച്ച് ദിവസം കൂടി താൻ കാത്തിരിക്കും. ഇനിയും മറുപടി ആ വിഷയത്തിൽ ലഭിച്ചില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്കും ശക്തമായ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത്. സ്മൃതി. ശരി, സിനോജ് തോമസ് ആണ് ഗവർണറുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.